റെസിപ്പി ഒന്നും അല്ല കേട്ടോ. ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. സ്റ്റിച്ചിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈത്തയ്യിലാണ് സംഭവം. ഞാനിത് മസ്കറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട പാൻറ്റുകളിങ്ങനെ ചീത്തയായതൊക്കെ മാറ്റിക്കളയും. അപ്പോൾ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ വീണതങ്ങ് മാറ്റിക്കളയുമ്പോഴത്തേന് അപ്പോൾ നല്ല വീതി ഉള്ളപ്പം ഞാൻ വിചാരിച്ചു മോക്കൊരു സ്കേർട്ട് തയ്ച്ചാലോ എന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ താഴ്വശത്ത് കട്ട് ചെയ്ത് മാറ്റി, 2 കാലിൻ്റെ അടുത്ത് മാറ്റിയിട്ട് നടുക്കൂടെ നല്ലപോലെ എന്ന് വെച്ചാൽ ആ ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞ് പ്ലെയിൻ ആക്കി എടുത്ത് സെൻറ്റർ ഭാഗം നിർത്തിക്കൊണ്ടാണ് ഞാൻ കട്ടിയെടുത്തത്. അപ്പോൾ ആ സെൻറ്റർ സ്റ്റിച്ചിങ്ങിന് സെൻറ്ററിൽ വരുന്ന രീതിയിലായിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഒരുപോലെ വരണം, ആ സെൻറ്ററിൽ നിന്ന് റൈറ്റും ലെഫ്റ്റും ഒരുപോലെ തന്നെ നമുക്ക് വീതി കിട്ടണം. പിന്നെ വീതി കൂടിയ ഭാഗം താഴെയും വീതി കുറഞ്ഞ ഭാഗം ഞാൻ മുകളിലോട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം നടക്കുമ്പം എനിക്കതിൻ്റെ സ്ലിറ്റ് അറിഞ്ഞുകൂടാ. അത് കാരണം ഞാൻ അങ്ങനെ എടുത്തു. നടക്കുമ്പോൾ വലിയ കുഞ്ഞ് വീഴുമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ എടുത്തത്. അല്ലെ തന്നെ ആ സ്ലിറ്റ് വേണം. ഇങ്ങനെ ഷോർട്സ് പാവാടയ്ക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ലിറ്റ് ഇടുന്നത് വേണ്ട ആവശ്യമാണ്. പിന്നെ അത് കറക്റ്റ് ലെവലായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. താഴെ മുകളിൽ ലെവലാക്കി കട്ട് സൈഡ്സ് ഈക്വൽ ആക്കാനായിട്ട് സെൻറ്ററിൽ പിടിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ 2 സൈഡും ഈക്വലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് എക്സസ് വരുന്നത് പാർട്സ് എല്ലാം കട്ട് ചെയ്ത് കളയും. നമുക്ക് കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു ഊഹം വെച്ചിട്ട് നമ്മൾ ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ 2 സൈഡ് ഈക്വൽ ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഒരുപോലെ തന്നെ സെയിം അളവിൽ കിട്ടും. സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിൻ്റെ അകവശം പുറത്ത് വരണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റിച്ച് ഭാഗം ഉള്ളിൽ നിൽക്കത്തുള്ളൂ. സൂചി നൂലും എന്ന് എനിക്കിവിടെ ഉണ്ടായിരുന്നു, കറക്റ്റ് കളർ നൂലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ പിന്നെ ലോക്കറ്റുള്ള സ്റ്റിച്ചിങ്ങാണ് ഞാൻ ചെയ്തത്. അത് തയ്ക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് കറക്റ്റ് ലെവലാണ് നോക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് ചകപ്പോവും. അപ്പോൾ കറക്റ്റ് ലെവലാണ് നോക്കിയിട്ട് ഞാൻ നൂല് തുമ്പത്ത് ഒരു കെട്ടിട്ട് കൊടുത്ത്. ആ കെട്ട് അവിടെ സ്ട്രോങ് ആയിരിക്കണം കേട്ടോ, വലിക്കുമ്പോൾ തിരിച്ച് ഊരിയും വരരുത്. എന്നിട്ട് ആദ്യം കൊളുത്തിയിട്ട് പിന്നെ അതിൻ്റെ പുറകെ കൂടെ കുത്തിയിട്ട് ഫ്രണ്ടോട്ട് കയറ്റും. എന്നിട്ട് അതിൻ്റെ നൂല് നമ്മൾ എടുക്കും. എന്നിട്ട് അതിൻ്റെ പുറകെ കൂടെ വീണ്ടും കുത്തി ലോക്ക് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകത്തില്ല. നമ്മുടെ കൈത്തയ്യാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല തയ്യൽ, നല്ല സ്ട്രോങ് ആണ്. ലോക്ക് ചെയ്ത് വരുന്നത് കൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല. അഴിക്കാനും ഇച്ചിരി മെനക്കേടാ കൈത്തയ്യൽ. ഇങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത്. ആദ്യം കുത്തിയെടുത്തു, എൻ്റെ പുറകെ കൂടെ പിന്നെ കുത്തിയെടുത്തു, പിന്നെ എൻ്റെ പുറകെ കൂടെ കുത്തിയിട്ടും ഫോണ്ടിട്ടെടുത്തു. അങ്ങനെ ലോക്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേന് ലാസ്റ്റ് വരുമ്പോഴത്തേനും ഒരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ തന്നെ ആ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നെ ലോക്കിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് മുകളിൽ വരെ കൊണ്ടുവന്ന് അവിടെ വന്ന് കെട്ടിട്ട് വെക്കണം. നിങ്ങൾ വിചാരിക്കും അപ്പുറം ഇപ്പോൾ 2 സൈസാണല്ലോ. 2 സൈസല്ല, സെൻറ്ററാണ് എൻ്റെ സൈസ് മെയിൻ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇത്ര സെൻറ്റിമീറ്ററോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അളവ് നോക്കുക. എൻ്റെ ഇപ്പുറത്തും അത്ര അളവ്. കാരണം സെൻറ്റർ അരയ്ക്കണം കറക്റ്റായിട്ട്, ആ ഒരു സ്റ്റിച്ച് സെൻറ്ററിൽ കറക്റ്റ് അരയ്ക്കണം. ആ രീതിയിലാണ് ഞാൻ സൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അത്യാവശ്യം നല്ല സ്ട്രോങ് തയ്യൽ കേട്ടോ ഇങ്ങനെ ലോക്ക് ഇടുന്നത്. അപ്പോൾ എനിക്ക് സ്ലിറ്റ് ഇടാൻ അറിയാൻ വയ്യാത്തതിൻ്റെ കുഴപ്പം അതിലുണ്ടായിരുന്നു. കാരണം നമുക്ക് നടക്കുമ്പോൾ കുഞ്ഞു പുതിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഈ ഒരു അടിഭാഗം കൂടെ നമുക്ക് തയ്ച്ചെടുക്കണം. കൈത്തയ്യൽ തന്നെയാണ് അവിടെ മെഷീൻ എനിക്കില്ലതുകൊണ്ട് അവിടെ കൈത്തയ്യലിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്. അതിനായിട്ട് വശം ബോട്ടം ഭാഗത്തിന് ഞാൻ ലെവൽ പിടിക്കാനായിട്ട് ക്രയോൺ കൊണ്ട് യൂസ് ചെയ്തിട്ട്, കാരണം അന്നേരം ക്രയോണേ ഉള്ളായിരുന്നു അവിടെ. അതുകൊണ്ട് അത് വെച്ചിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് ഇപ്രാവശ്യം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് തെറ്റിപ്പോകരുതല്ലോ. താഴെ 2 മടക്കിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ താഴെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് അതിങ്ങനെ ആദ്യം കുത്തി എന്ന് വെച്ചാൽ താഴത്തെ തുണിയിലും മണ്ടക്കത്തെ മടക്കയിലൂടെ ചേർത്ത് വേണം കുത്താൻ. അല്ലാതെ മണ്ടയ്ക്ക് മാത്രമല്ല, താഴത്തെ തുണിയും ആ മടക്കി വെച്ചേക്കുന്ന ആ ഒരു ഭാഗം കൂടെ ചേർത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം അതും സ്ട്രോങ് ആയിട്ടിരുന്നോളും. അതും ഇങ്ങനെ കൊരുത്തി വേണം അങ്ങനത്തെ സ്റ്റിച്ചിങ് ചെയ്യാൻ. ഈ സ്റ്റിച്ചിങ് ഒക്കെ എൻ്റെ അമ്മ പഠിപ്പിച്ചു കേട്ടോ. അമ്മയ്ക്ക് കൈത്തയ്യൽ, അമ്മയ്ക്ക് മെഷീനും കൈത്തയ്യലും ഒക്കെ അറിയാം. അപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്നതായിരുന്നു കൈത്തയ്യൽ. അമ്മയ്ക്ക് കൈത്തയ്യലാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു തന്ന ഒരു തയ്യലുകളാണ് ഇതൊക്കെ. ഞാനത് ഫുള്ള് റൗണ്ടായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ പറയുമോ കൈത്തയ്യലാണെന്ന്? അത്ര പെർഫെക്റ്റായിട്ട് തയ്ച്ചിട്ടില്ലേ. ഇങ്ങനെയാണ് കൈത്തയ്യൽ തയ്ച്ച് അത് എൻ്റെ ഫുള്ളത് റൗണ്ടാക്കിയെടുത്ത്. ഇനിയാണ് നമുക്ക് മുകളിൽ, അതായത് എലാസ്റ്റിക് വെക്കേണ്ടത്. അതിപ്പം ഏതെങ്കിലും പഴയ എലാസ്റ്റിക്കോ കിട്ടുന്ന എന്തെങ്കിലും എടുത്ത് വെക്കണം. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് വേണം പിന്നെ അത് വെക്കാൻ. എലാസ്റ്റിക്കിൻ്റെ വീതി കൂടിക്കഴിഞ്ഞാൽ ആ മടക്ക് കുറച്ചുകൂടെ താത്തെടുക്കണം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് നിൽക്കണം. ആ രീതി വേണം നമുക്ക് എലാസ്റ്റിക് വെക്കാൻ. ഓക്കെ, എലാസ്റ്റിക് അപ്പോൾ മടക്കിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് മടക്കാൻ ഇച്ചിരി ഒരു സ്ഥലം വേണം. മടക്കിയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വേണം കുറച്ച്, കണ്ടോ.
ആ മടക്കി ഇട്ടിട്ട് അകത്ത് വെച്ചിട്ട് തയ്ക്കാനുള്ള സ്ഥലം വേണം. അപ്പോൾ എലാസ്റ്റിക് എന്താണെന്ന് ചോദിക്കാതെ ഞാൻ പറയത്തില്ല, അത് രഹസ്യമാണ്. അപ്പം ആ എലാസ്റ്റിക് ഞാൻ അകത്ത് വെച്ചിട്ടാണ് ഫുള്ള് ഇതുണ്ടോ. അപ്പം അതും നമ്മൾ അറിയത്തില്ല അത് കൈത്തയ്യലാണെന്ന്. അത്ര നല്ലതായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും നമുക്കത് കൈത്തയ്യൽ കേട്ടോ. ഇങ്ങനെ പിന്നെ അത് ഫുള്ള് ഇപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഇച്ചിരി പാട് വരും, കാരണം എലാസ്റ്റിക് ടൈറ്റ് ആകും. എലാസ്റ്റിക് വെക്കുന്നതും എത്ര അളവാണോ വേണ്ടത് ആ അളവനുസരിച്ചേ വെക്കാവുള്ളൂ. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എലാസ്റ്റിക് വലിഞ്ഞങ്ങ് പോകില്ലേ. അപ്പം എത്ര അളവ് വേണോ ആ അളവിൻ്റെ കുറച്ച് വെക്കണം, അളവല്ല കുറച്ച് വെക്കണം, എന്നാലേ വലിഞ്ഞ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ ചുറ്റിനും തയ്ച്ചെടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ഫൈനലായിട്ട് ചെയ്തെടുത്തത്. ലുക്ക് എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇത് തിരിച്ചിട്ടപ്പോഴത്തേനാണ് തോന്നിയത് ഒരു പ്ലെയിൻ ലുക്കാണല്ലോ, ഒന്നുമില്ലല്ലോ ഡിസൈനായിട്ടെന്ന്. അപ്പം പിന്നെ അടുത്ത ഐഡിയ ഡിസൈൻ സെറ്റാക്കി ഞാൻ കാണിച്ചു തരാം. കട്ട് പീസ് കളയുന്നതിൻ്റെ ഇപ്പോൾ കാര്യം ഇത് കേട്ടോ, കാരണം വെച്ചാൽ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പം ഇത് കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ യൂട്യൂബിൽ നോക്കി ജസ്റ്റ് ഒരു ഫ്ലവർ എങ്ങനെ എന്താ ചെയ്യുന്നതെന്ന്. സത്യം പറഞ്ഞാൽ പെട്ടെന്നൊരു ഐഡിയ കിട്ടി. അങ്ങനെ അപ്പോൾ ഞാൻ ഇതൊരു ഏകദേശം ഒരു 8-9 ഇഞ്ചസ് ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു ലെന്ത്. അപ്പോൾ ഒരു ഫ്ലവർ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു വീതി നോക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡൊന്ന് അതിൻ്റെ നൂല് ഇളകി കളയണം. അപ്പോൾ ഒരു തുമ്പിൻ്റെ ഫ്ലവറിൻ്റെ എഡ്ജ് മാതിരി കാണുമ്പോൾ ഒരു ഭംഗി വരും. അപ്പോൾ അങ്ങനെ ഞാൻ അതെല്ലാം ഇളകി കളഞ്ഞിട്ട് സെറ്റ് എടുത്തു. എന്നിട്ട് ഇത് തയ്ക്കുന്നത് ഒറ്റ നൂലിട്ടിട്ട് ലോക്ക് ചെയ്യാതെ ജസ്റ്റ് ചുമ്മാതെ ഇങ്ങനെ കയറ്റി ഇറക്കി വരണം. അല്ലാണ്ട് ലോക്കിട്ട് വന്ന് നമുക്ക് വലിക്കുമ്പോൾ മുറുക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ കൊളുത്തി വരരുത്, നോർമൽ കയറ്റി ഇറക്കി ഇങ്ങനെ വരണം, എന്നാലേ നമുക്ക് വലിക്കുമ്പോൾ അത് മുറുകത്തുള്ളൂ. ഓക്കെ, നേരത്തെ ഞാൻ റിബൺ ചെയ്യുമായിരുന്നു. അപ്പോൾ റിബൺ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്, കുഞ്ഞിന് മോൾക്ക് റിബൺ ചെയ്തപ്പം ഈ ഒരു തയ്യൽ, ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മെത്തേഡ് എനിക്കറിയാതെ. അപ്പോൾ അങ്ങനെ ഇതൊന്ന് വലിച്ച് മുറുക്കി കഴിയുമ്പോഴത്തേന് അത് ഓട്ടോമാറ്റിക്കലി റൗണ്ട് ആകും, ഫ്ലവറിൻ്റെ ഷേപ്പാകും. എന്നിട്ട് ആ എഡ്ജ് നമ്മൾ 2 തുമ്പുകളില്ലേ, ആ തുമ്പ് രണ്ടും കൂടെ മടക്കിയിട്ട് ആ തുമ്പിനെ തയ്ച്ചെടുക്കണം. എനിക്കത് വീഡിയോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാനത് ചെയ്തത്, പക്ഷേ അത് കിട്ടിയിട്ടില്ല, ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ അത് മടക്കിയിട്ട് തുമ്പ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്ത് 2 അപ്പുറം ഇപ്പുറം തുമ്പുണ്ട്, അപ്പോൾ അത് രണ്ടും കൂടെ കറക്റ്റായിട്ട് അതിനെ ഒന്ന് തയ്ച്ച് എടുക്കണം. അത് കുറച്ച് കാണാൻ പറ്റുന്നുണ്ടത്, അങ്ങനെ എടുക്കുന്നു കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് അവിടെ നന്നായിട്ട് മുറുക്കി എടുക്കണം കേട്ടോ, കാരണം ഒരു ഫ്ലവർ റൗണ്ട് എടുക്കുമല്ലോ. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇതുവരെ 2 ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ, കാരണം ഒന്ന് വലുതും ഒന്ന് ചെറുതും. അങ്ങനെ ഞാൻ 2 ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഇനി ഇതിൻ്റെ നടുക്കിൽ എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ ബാഗിൻ്റെ ഒരു മുത്ത് മോട്ടിച്ചു. അത് ഞാൻ നേരത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ചെയ്തപ്പോഴാണോ എന്തിൻ്റെയോ ചെയ്തപ്പം ഞാനിങ്ങനെ അവളുടെ ബാഗിൻ്റെ മുത്ത് ഞാൻ മോട്ടിച്ചായിരുന്നു. ഇപ്പോഴും അത് തന്നെ. അപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ല, അവൾ അറിയാനാണ് ഞാനിത് മോട്ടിച്ചത്. ഫ്ലവേഴ്സ് സ്കേർട്ടിൻ്റെ സൈഡിൽ വെക്കുവാണേ. സെൻറ്റർ വെച്ചാൽ ആ ഒരു സ്റ്റിച്ചുണ്ട്, അപ്പം സൈഡിൽ വെച്ചിട്ട് വെക്കുന്നത് എങ്ങനെയാണെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ്. അല്ലാതെ സ്റ്റിച്ച് എടുക്കാൻ പക്ഷേ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് എളുപ്പം ഗ്ലൂ ഗണ്ണാണ്, കാരണം ഇതൊന്നും വലിയ യൂസ് അല്ലല്ലോ, ജസ്റ്റ് ഒരു ഷോ അത്രേ ഉള്ളൂ, അധികമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ ആ മുത്തും ആ ഒരു ഫ്ലവറും അവിടെ സെറ്റാക്കി വെച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരുന്നോളും. അത് കഴിഞ്ഞിട്ട് താഴത്തേതും 2 ഫ്ലവർ ഉണ്ടാക്കിയല്ലോ, ചെറുതും വലുതായിട്ടുള്ളത്. അത്ര വലിപ്പം ചെറുതും അറിയത്തില്ല, എന്നാലും ഒരു ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഞാനങ്ങനെ മുത്ത് വെച്ചിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ മുത്തും കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ആ ഒരു സ്കേർട്ട് ചെയ്തെടുക്കുന്നത്. ആ ഫ്ലവറിൻ്റെ പെറ്റൽസ് പോലെ സംഭവങ്ങൾ ഇളകി പോകാതിരിക്കാനായിട്ട് ഞാൻ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഗ്ലൂ കൊണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ കഴുകുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ മറിഞ്ഞു പോകരുതല്ലോ. ജീൻസിൻ്റെ ക്ലോത്ത് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഒന്ന് മറിഞ്ഞു പോകരുതല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ചുറ്റിനൊരു ഗ്ലൂ ഗണ്ണ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അറിയില്ല, ഞങ്ങൾക്ക് ബോക്സ് മേടിച്ചു തരാം.